പോകുന്നത് ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ മൂന്നാം ദിനവും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇതുവരെ 190ഓളം പേരെ രക്ഷപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയും റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. അതേസമയം ധരാലിയിൽ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തേക്കുമെന്നാണ് വിവരം. സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള 8 പേരുൾപ്പെടെ 28 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസം എത്തി നിൽക്കുമ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറുന്നില്ല എന്നതാണ് അവസ്ഥ. ഇപ്പോഴും അവിടേക്ക് കൂടുതൽ സേനയ്ക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന പലരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും റോഡ് ഗതാഗതമൊക്കെയും താറുമാറായതും റോഡുകളൊക്കെയും ഒലിച്ചുപോയതും തകർന്നു പോയതും ഒക്കെയാണ് സാഹചര്യം. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ രക്ഷപ്പെടുത്താൻ ഏതൊക്കെ തരത്തിലുള്ള വഴികളാണ് ആലോചിച്ചിട്ടുള്ളത്? മറ്റ് കാണാതായവർക്കായുള്ള തെരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു മിഥുൻ? അറിയാം, നിലവിൽ ഇപ്പോൾ 190-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 11 സൈനികർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടേക്ക് ഇതുവരെയും കൂടുതൽ സേനാ വിഭാഗങ്ങൾക്ക് എത്താനാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രതികൂല കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ കാലാവസ്ഥ അനുകൂലമായ ഘട്ടത്തിൽ ഇവരെ ഹെലികോപ്റ്റർ മാർഗം കുറച്ചധികം സേനാ വിഭാഗങ്ങളെ അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വൈകിട്ടോടുകൂടി ഈ തകർന്ന റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചുവെങ്കിൽ പോലും തന്നെ ഇപ്പോഴും ആ റോഡ് ഇതുവരെയും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് പുനർനിർമ്മിക്കാതെ അവിടേക്ക് ഈ ധരാലി എന്ന പ്രദേശത്തേക്ക്, ഈ അപകടം നടന്നിട്ടുള്ള പ്രദേശത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഏറെ ആശങ്കപ്പെടുന്നതും ഒപ്പം തന്നെ ഏറെ വെല്ലുവിളിയാകുന്നതും ഈ രക്ഷാദൗത്യത്തെ ഏറെക്കുറെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. റോഡ് മാർഗം മാത്രമേ അവയെ എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മറ്റുള്ളവർക്കൊക്കെ ഒരു വളരെയധികം പരിമിതികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സമയമെടുത്തേക്കുമെന്നുള്ളൊരു വിവരങ്ങൾ കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നു മുതൽ വീണ്ടും അടുത്ത 7 ദിവസത്തേക്ക് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം വന്നിരിക്കുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ധരാലിയും ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളൊക്കെ അവിടെ ആ ഭാഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ ഒന്നും തന്നെ മഴ കാര്യമായി പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു ആശ്വാസകരമായിട്ടുള്ള വിവരം തന്നെയാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വേളയിൽ ഈ റോഡ് നിർമ്മാണം ത്വരിതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതൊക്കെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ബട്വാല അടക്കമുള്ള പ്രദേശത്ത് നിന്ന് ഈ ധരാലിയിലേക്കടക്കം കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. ഈ റോഡ് എന്ന് പറയുന്നത് ആകെ ഒരു റോഡാണുള്ളത്. ആ ഒരു റോഡിൽ പലയിടങ്ങളിലായാണ് ഈ റോഡ് തകർന്നു വീണിരിക്കുന്നത്. അവിടെ ഓരോ സ്ഥലങ്ങളിലും ഇവിടുത്തെ കല്ലും മണ്ണും ഒക്കെ മാറ്റി ആ റോഡ് നവീകരിക്കുകയും ഒപ്പം തന്നെ വീണ്ടും അതിലെ കൂടെ വാഹനം മറ്റു ട്രക്കുകൾ, ഈ സൈന്യത്തിൻ്റെ അടക്കമുള്ള ട്രക്കുകളും ഒപ്പം തന്നെ ഈ ഹിറ്റാച്ചി പോലുള്ള അത്യാധുനിക മെഷീനറി സംവിധാനങ്ങളും ഒക്കെ അവിടേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തുമ്പോൾ വീണ്ടും ഈ പാറകൾ, ഈ മഴ കനത്ത് പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും മുകളിൽ നിന്ന് പാറകൾ ഒക്കെ പൊട്ടി താഴേക്ക് വീഴുന്ന സാഹചര്യം. അങ്ങനെ ഈ നവീകരിക്കുന്ന റോഡുകൾ കൂടി പിന്നീടും തകർന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. കാരണം മറു സൈഡിൽ കൊക്കയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ദുഷ്കരമാണ് ആ നിർമ്മാണ പ്രവൃത്തികൾ എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഒരു തരത്തിലും ഈ ഒരു സമാന്തര പാത നിർമ്മിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തകർന്ന റോഡുകൾ ഇതുവരെയും പൂർണ്ണമായും നവീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായിട്ടുള്ളത്. ഇത് നവീകരിച്ചാൽ മാത്രമേ അവിടേക്കുള്ള ഗതാഗതം സാധ്യമാകൂ, അവിടേക്ക് കൂടുതൽ സേനാ വിഭാഗങ്ങൾക്ക് എത്താനാകൂ എന്നുള്ളതാണ്. നിലവിൽ 100-ലധികം പേരെ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 100-ലധികം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പുഷ്കർ സിംഗ് ധാമി അടക്കമുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കാരണം ഈ 2 നില കെട്ടിടങ്ങളുടെയൊക്കെ അത്രയും പൊക്കത്തോളം ഈ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവയൊക്കെ നീക്കം ചെയ്ത് മാറ്റിയാൽ മാത്രമേ അടിയിൽ അകപ്പെട്ടവരെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. അതെ, ഈ 100-ലധികം ആളുകളെ അല്ലെങ്കിൽ 100ഓളം ആളുകളെ എന്ന് പറയുന്നത് മിഥുൻ ഒരു അനൗദ്യോഗിക കണക്ക് മാത്രമാണ്. നമുക്കറിയാം, ഈ ധരാലി എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു. അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലം. ഈ അപകടത്തിൽ തകർന്നു പോയിരിക്കുന്ന ഗ്രാമം എന്ന് പറയുന്നതും ജനസാന്ദ്രതയുള്ള ഒരു ഗ്രാമം തന്നെയാണ്. അതോടൊപ്പം ഒരു മാർക്കറ്റ് അടക്കമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും അധികം ഒരുപക്ഷെ ആളുകൾ അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത അത് കാണുന്നുണ്ടോ? എത്രത്തോളമാണ്?
അതായത് ഈ മേഖലയിൽ ഏകദേശം 523 കുടുംബങ്ങളാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിനു പുറമെ നിരവധി വിനോദസഞ്ചാരികൾ അവിടേക്ക് വന്നു പോകുന്നുണ്ട്. അതിൽ ഈ മിന്നൽ പ്രളയത്തിൽ ഈ മണ്ണും വെള്ളവും ഒക്കെ കുത്തനെ ഇടിച്ചു വന്ന് ഈ റിസോർട്ടുകളൊക്കെ നിന്ന മേഖലയാണ്. അതായത് ഒരു മറുസൈഡിലാണ് ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രമായിട്ടുള്ളത്, മറ്റേ സൈഡിലാണ് ഇത്തരത്തിൽ ഈ റിസോർട്ടുകളും ഒപ്പം തന്നെ ഈ ഹോം സ്റ്റേകളും ഒക്കെ ഹോട്ടൽസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശത്താണ് കൂടുതലും ഇത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെയാണ് പൂർണ്ണമായും ഒലിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. അങ്ങനെ ഒറ്റപ്പെട്ട നിലയിലേക്ക് ധരാലി മാറുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ നിലവിൽ അവിടെ എത്രത്തോളം ആളുകളുണ്ടായിരുന്നു, ഈ ഹോം സ്റ്റേയിലുകളിൽ എത്ര പേര് താമസിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുകയാണ്. അതിലൊന്നും തന്നെ ഒരു കൃത്യമായ വിവരം ഇതുവരെയും സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അവിടെ എത്രത്തോളം ജീവനക്കാരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അവിടെ നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ ഈ മൊഴികളുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അവിടെ ആ സമയത്ത് ഈ 1:40 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പൊക്കെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ അവിടെ കൂടുതൽ ആളുകൾ വന്നു പോകുന്നുണ്ടായിരുന്നു, വിനോദസഞ്ചാരികളൊക്കെ അവിടെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. സേനാ വിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നേരത്തെ ആര്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതൊരു ഈ വിനോദസഞ്ചാര മേഖലയ്ക്കപ്പുറം ഈ ഗംഗോത്രിയിലേക്കും ഒക്കെ മറ്റും പോകുന്നവർക്ക് ഒരു റിലാക്സേഷൻ പോയിന്റ് എന്ന രീതിയിലാണ് ഇവിടെ കൂടുതൽ പേർ തങ്ങാറുള്ളത്. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥിരമായി വന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് 28 പേർ മലയാളികളാണ്. അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്യുന്നു. അവർ ഗംഗോത്രിക്ക് സമീപം ഒരു ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നതായി പിന്നീട് കണ്ടെത്തുകയും ഒപ്പം തന്നെ അവരെ സുരക്ഷിതമായ അവിടുത്തെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നാണ് സർക്കാർ വൃത്തം നൽകുന്ന സൂചന. കാരണം നിലവിലെ സാഹചര്യത്തിൽ റോഡ് മാർഗം അവരെ എത്തിക്കാൻ സാധിക്കില്ല. റോഡ് ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിക്കാനാകാത്തത് കാരണം അവരെ റോഡ് മാർഗം എത്തിക്കാനായില്ല. അതിന് പകരം എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനൗദ്യോഗിക വിവരമാണ്, അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും 28 പേരാണ് മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ 20 പേർ മുംബൈയിൽ നിന്നുള്ളവരാണ്, 8 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. അവരുടെ പേര് വിവരങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. അവർ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവരുടെ ബന്ധു നമ്മോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് യാതൊരുവിധ ആശങ്കയുമില്ല, അവർക്കെല്ലാം സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ ധരാലിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ മേഖലയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അനൗദ്യോഗിക കൃത്യമായ കണക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിലെ ആശങ്ക നിലനിൽക്കുന്നത്. മിഥുൻ, തുടരുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. उस तरफ तब तक वहाँ से होटल्स काफी गिर चुके थे और यहाँ पे लोग कम से कम ये मान के चलिए आप 15 से 16 लोग थे मेरी नजरों में, वो जो सब खत्म हो गए वहीं पे ऑन द स्पॉट। मैंने देखा उनको अपनी आंखों से, मैंने उन्हें मरते हुए देखा है। वो लोग वहाँ पे खत्म हो चुके थे। उस तरफ के लोग काफी बचे थे, उस तरफ के लोग ऊपर की तरफ जा चुके थे, लेकिन इस तरफ के काफी लोग सब खत्म हो चुके थे क्योंकि पानी इसी तरफ आया था फ्रंट में। सबसे पहले बारिश बहुत तेज हो रही थी, हम लोग कुछ नहीं कर पाए, चिल्लाते रहे कर कुछ नहीं पाए हम लोग। पता नहीं कितनी हत्या हो गई, कितनी जान चले गई, पता नहीं क्या हो गया। हमारा गांव मारकंडे है, वहाँ से दिखता नहीं है, पर हमें फोन करा हमारे पड़ोसी ने कि ऐसा ऐसा हो गया, तो हम देखने आए। तब करीबन ऐसी 1:30 बजे की बात है शायद ना। फिर उसके बाद देखा हमने, फिर उसके बाद तो बहुत हो गया था, यहाँ पे बहुत आया, बहुत सारा ना। फिर यहाँ पे 2-3 मकान थे, उनके अंदर लोग थे, वो लग रहे थे बचाओ बचाओ चिल्ला रहे थे। फिर हम भी कुछ नहीं कर पाए, हम इधर साइड थे, फिर नदी भी बढ़ रही थी, पूरा मल में से पूरा लोग दब गए और बहुत नुकसान हो गया। ആ വലിയ ദുരന്തം, ധരാലി എന്ന ഗ്രാമം ഒരു നിമിഷം കൊണ്ട് ആ ഒരു മിന്നൽ പ്രളയത്തിൽ ഇല്ലാതാകുന്ന, മാഞ്ഞു പോകുന്ന ആ ഒരു വലിയ ദുരന്തം, ഭീതിതമായ കാഴ്ച കണ്ട ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒരു നിമിഷം കൊണ്ട് ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിലവിളിക്കുക മാത്രമാണ് അവരെയും കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊരു വ്യക്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10-15ഓളം ആളുകൾ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്.